കഴിഞ്ഞ 6-7 മാസമായി ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഒരു സമാപ്തി ഇന്ന് കണ്ടു താങ്കളുടെ രാജിയോടെ. എനിക്കറിയേണ്ടത് ഇനിയുള്ള കാര്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് താങ്കൾ വ്യക്തമാക്കി. അതിനർത്ഥം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്നാണോ? ഇനി നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണോ? ഇതൊന്നും അതിനൊരു അർത്ഥമില്ല. അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പാർലമെൻ്ററി രംഗത്ത് നിന്ന് പിന്മാറിയെന്നോ ഇനി ജീവിതത്തിൽ ഒരിക്കലും മത്സരിക്കുന്നില്ല എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയുകയില്ല, അത് സാധ്യവുമല്ല. ഇപ്പോൾ താങ്കളിപ്പോൾ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നത് ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയായിരിക്കും. UDF-ന് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിണറായി സത്തെ പരാജയപ്പെടുത്താനുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ താങ്കൾ അത് കാണുന്നു. ഈ നിരുപാധിക പിന്തുണ ഈ ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പിന് മാത്രം ബാധകമായ ഒന്നാണോ? ഇപ്പം അത്രയല്ലേ ഉള്ളൂ. ഈ നിരുപാധിക പിന്തുണ ഒരു തെരഞ്ഞെടുപ്പല്ലേ ഇപ്പം നടക്കുന്നുള്ളൂ. 4 തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ 4ലും ഈ പറഞ്ഞതുപോലെ നിരുപാധിക പിന്തുണ കൊടുക്കും. പിന്നെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെ രാജ്യത്തോട് കൂടിയിട്ട് ആയിട്ടുള്ളൂ. ചിലപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് വേറെ ചില രാജ്യങ്ങളും ഉണ്ടായേക്കാം. അവിടെയും ഉപതെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അവിടെയും നിരുപാധിക പിന്തുണ തന്നെയായിരിക്കും. ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF-ന് നിരുപാധിക പിന്തുണ എന്ന് പറയുമ്പോൾ താങ്കളുടെ അറസ്റ്റിന് ശേഷം താങ്കൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഒറ്റയ്ക്കുള്ള പോരാട്ടമില്ല, UDF-നൊപ്പം പോരാടാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ UDF ഒരു ഘടകകക്ഷിയാക്കുമെന്നാണോ പ്രതീക്ഷ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഒരു ചർച്ച നടത്താൻ തൃണമൂൽ കോൺഗ്രസ് ആയിട്ടില്ലല്ലോ, ആയി വരുന്നല്ലേ ഉള്ളൂ. എന്നെ ചർച്ചയ്ക്ക് വിളിക്കണമെങ്കിൽ ഞാൻ റിക്വസ്റ്റ് കൊടുക്കണ്ടേ? ഞാൻ എന്ത് ബേസിലാണ് കൊടുക്കുക? PV Anwar ചർച്ചയ്ക്ക് വിളിക്കണം എന്ന് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്ന DIC ആണ്, DMK ആണ്. അത് വന്നിട്ട് സോഷ്യൽ മൂവ്മെൻ്റ് ആണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയതിന് ശേഷം അതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ TMC വഴി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സ്പീക്കർ ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ റെസിഗ്നേഷൻ സ്വീകരിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു എന്ന് എന്നെ അറിയിക്കേണ്ടതുണ്ട്. അതറിയിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് മറ്റൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ മെമ്പർഷിപ്പ് എടുത്ത് ആ പാർട്ടിയുടെ ഭാഗമായിട്ട് വേണം ബാക്കിയുള്ള പാർട്ടിയുടെ സ്ട്രക്ചറുകൾ തീരുമാനിക്കാൻ. അങ്ങനെ തീരുമാനിക്കപ്പെട്ട ഒരു സ്ട്രക്ചറിൽ ഒരു പാർട്ടി എന്ന നിലക്ക് TMCയെ ഞങ്ങളെ UDF-ൽ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് കൊടുക്കണ്ടേ? അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പോഴല്ലേ UDF-ന് അത് ആലോചിക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും അതൊക്കെ വെറും ചർച്ചകളല്ലേ. UDF-ൽ എടുക്കുന്നും എടുക്കില്ല എന്നും പറഞ്ഞെന്നൊക്കെ പറയുന്നത്. അതെ, അല്ല, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് താങ്കൾ അതിന്റെ പ്രധാന നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ ചില ധാരണകൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. തൃണമൂൽ കോൺഗ്രസ് നേരത്തെ ബംഗാളിന് പുറത്തേക്ക് വളരാൻ ഗോവയിലും അതുപോലെ തന്നെ ത്രിപുരയിലും ശ്രമിച്ചിരുന്നു. 2 അറ്റംപ്റ്റും വലിയ വിജയം നേടിയില്ല. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും പശ്ചിമ ബംഗാളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ടൊരു പ്ലാൻ താങ്കളോട് മമതാ ബാനർജിയോ അഭിഷേക് ബാനർജിയോ പറഞ്ഞോ? മേഘാലയയിൽ MLA മാരുണ്ട്. മേഘാലയുണ്ട്. ഞാൻ പറയുന്നത് മറ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, കേരളത്തെ സംബന്ധിച്ചൊരു പ്ലാൻ മമതാ ബാനർജിയോ അഭിഷേക് ബാനർജിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അതേക്കുറിച്ചൊരു ചർച്ച നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതൊക്കെ വളരെ വിശദമായി ചർച്ച നടന്നുകൊണ്ടാണല്ലോ ഈ മലയോര വിഷയത്തിൽ പാർട്ടി TMC പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും പാർലമെൻറ്റിൽ ആ വിഷയം ഇന്ത്യ മുന്നണിയുമായി ചർച്ച ചെയ്ത് പാർലമെൻറ്റിലൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് 1972 ഈ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ മാറ്റം വരുത്തണം, കാലോചിതമായ മാറ്റം വരുത്തണം എന്ന നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതിൽ പ്രധാന ഭാഗം കേരളമാണല്ലോ, അതും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മമതാ ബാനർജിയുടെ രാഷ്ട്രീയം അടിസ്ഥാനപരമായി CPM വിരുദ്ധ രാഷ്ട്രീയമാണ്. അതവർ ഒരു കാലത്തും വെള്ളം ചേർത്തിട്ടുമില്ല. BJP വിരുദ്ധവുമാണ്. മമതാ ബാനർജി കേരളത്തിൽ വന്ന് CPM-നെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നുണ്ടോ? അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും താങ്കളെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു സമ്മേളനം പ്ലാൻ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതുണ്ടാകും അഭിലാഷ്, തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോഴല്ലേ അത് ഒരു 1-2 മാസത്തെ ഞങ്ങളുടെ ഒരു വർക്ക് നടത്തേണ്ടതുണ്ട്. ജില്ലാ കമ്മിറ്റികളും താഴേക്കുള്ള കമ്മിറ്റികളും പറ്റാവുന്ന സ്ഥലത്തെല്ലാം രൂപീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മലയോര മേഖലയിലെ കർഷക സംഘടനകളുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ അൺഒഫീഷ്യലായിട്ട് കുറേ കഴിഞ്ഞ ഒരു 1.5-2 മാസമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്.
അങ്ങനെയുള്ള പല ആളുകളുമായി സംസാരിച്ച് ഈ പാർട്ടിയിൽ ആളെത്തിക്കണം. അങ്ങനെ ഒരു പാർട്ടിയുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മിനിമം സ്ട്രക്ചറെങ്കിലും ആകുന്ന ഒരു ഘട്ടത്തിലാണ് ദീദി ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 2-3 മാസത്തിനുള്ളിൽ ഒരു രൂപീകരണ സമ്മേളനം ഉണ്ടാവും. മമതാ ബാനർജി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ സമ്മേളനം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ താങ്കളാണ് നിലവിലെ മുൻപ് DMK ആയിരുന്ന ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആവാൻ പോകുന്ന പാർട്ടിയിലെ പ്രധാന നേതാക്കൾ. മറ്റ് നേതാക്കൾ, പ്രാദേശിക നേതാക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ MLA അല്ലെങ്കിൽ ആ നിലയ്ക്ക് പ്രാമുഖ്യമുള്ള ആളുകളില്ല. കൂടുതൽ ആളുകൾ സമാന മനസ്കർ താങ്കളുടെ പാർട്ടിയിലേക്ക് വരുമോ? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? താങ്കൾ മുൻപ് സ്വതന്ത്രനായി മത്സരിച്ച CPM ആ പാർട്ടിയുടെ അണികളോ നേതാക്കളോ ആരെങ്കിലും ഈ പുതിയ പാർട്ടിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? താങ്കൾ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുമോ? അഭിലാഷ്, ഞങ്ങൾ ഒരുപാട് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ വിഷയം നമുക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി വേണം, അതും ഒരു സ്ട്രെങ്ത്തുള്ള ബേസിലുള്ള ഒരു പാർട്ടി വേണം. അത് ഈ സംസ്ഥാനത്തിൽ ബേസ് ഇല്ലെങ്കിലും ബേസ് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ആ പാർട്ടിക്ക് നല്ലൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം, ലീഡർ ഉണ്ടായിരിക്കണം, അവർ ആൻറ്റി ഫാസിസ്റ്റ് ആയിരിക്കണം. ഇതായിരുന്നു ഡിസ്കഷൻ. ആ ഡിസ്കഷൻ കഴിഞ്ഞ് ഇപ്പോൾ അത് ആൾമോസ്റ്റ് ഒരു 90% എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ പല വിഭാഗത്തിൽപ്പെട്ട പല തരത്തിൽപ്പെട്ട ലീഡേഴ്സും പ്രവർത്തകരും സാമൂഹിക സംഘടനകളൊക്കെ നമ്മളുമായി ജോയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇത് കൊണ്ടുപോയി പാർട്ടിയെ ശക്തിപ്പെടുത്തി ആ പാർട്ടിയുടെയും കൂടി ശക്തി ഉപയോഗിച്ച് പിണറായിസം തിരിച്ച് അധികാരത്തിൽ വരുന്നത് 2026 തടയുന്ന ഒരു രാഷ്ട്രീയത്തിനായിരിക്കും ഞങ്ങൾ പ്രിഫറൻസ് നൽകുക. അത് മാത്രമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. കൂടെ നേതാക്കളും ഉണ്ടാകും എന്ന് തന്നെ കരുതാം. ഓക്കെ. ഇപ്പോൾ താങ്കൾ പറയുന്നു പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം എന്ന്. അത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നടത്തിയാൽ എത്രമാത്രം എഫക്റ്റീവ് ആവുമെന്നുള്ള ഒരു സംശയം താങ്കൾക്കും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ പാർട്ടി എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു വോട്ട് കട്ടറായി നിൽക്കാതെ ഒരു മുന്നണിയിൽ അംഗമാവുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ഈ പറഞ്ഞ താങ്കൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം വിജയിക്കാൻ നല്ലത്. അപ്പോൾ UDFന്റെ ഒരു സ്വാഭാവിക ഘടകകക്ഷിയായി തൃണമൂൽ കോൺഗ്രസ് മാറും എന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അല്ല, അത് ഞാൻ എപ്പോഴും പ്രതീക്ഷയുള്ള ആളാണല്ലോ, അഭിലാഷണൊക്കെ അറിയുന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതീക്ഷ ആ ലക്ഷ്യത്തേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അത് ഒരു അക്കോമഡേറ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിന് അനുകൂല സമീപനമാണ് വളരെ പ്രകടമായി അവർ പറഞ്ഞില്ലെങ്കിലും ഈ താങ്കളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായ റെസ്പോൺസ് ആയിരുന്നു മുസ്ലിം ലീഗിന്. അതേപോലെ തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കും, വിശേഷിച്ച് K സുധാകരന്. VD സതീശൻ ഇന്നത്തെ താങ്കളുടെ ക്ഷമാപണത്തോടുകൂടി അത് സ്വീകരിച്ചതോടുകൂടി ആ കാര്യത്തിൽ, അതായത് VD സതീശൻ ഉണ്ടായിരുന്ന ഒരു വിപ്രതിപത്തിയും കൂടി മാറി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് സ്വാഭാവികമല്ലേ. അദ്ദേഹത്തെ സംബന്ധിച്ച് വിപ്രതിപത്തി മാത്രമല്ല, അദ്ദേഹത്തിനൊരു ആശ്വാസമുള്ള ദിവസമായിരിക്കും. ഞാനും ആഗ്രഹിച്ചതാണ്. കാരണം ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടയ്ക്ക് 2-3 തവണ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. രാഷ്ട്രീയ വിഷയമായാലും ഇപ്പോൾ ഈ മലയോര വിഷയമായാലും എൻ്റെ അറസ്റ്റായാലും ഒക്കെ. അപ്പോഴൊന്നും അദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യം എന്നോട് അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല, ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ആളുകളും ഉന്നയിച്ചിട്ടില്ല. പക്ഷെ അത് എൻ്റെ ഒരു മനസാക്ഷിയുടെ ഒരു വിഷയമായിരുന്നു. ആ നിലക്ക് തന്നെ അത് പറയേണ്ട ഒരു അവസരം കൃത്യമായി വന്നപ്പോൾ അദ്ദേഹത്തോട് അത് പറയുകയും ക്ഷമയോദിക്കുകയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയേണ്ടത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം എന്ന നിലക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കും ഭയങ്കര ആശ്വാസമില്ല, അദ്ദേഹത്തെക്കാളും ആശ്വാസം സത്യം പറയുകയാണെങ്കിൽ എന്ന് എനിക്കാണ്. അതോടുകൂടി സതീശനുമായുള്ള പ്രശ്നം അവസാനിച്ചു, ആ കാര്യം, ആ അധ്യായം അടഞ്ഞു. തീർച്ചയായിട്ടും. ഇല്ലെങ്കിലും അത് അതിൻ്റെ മുമ്പും ഈ വിഷയങ്ങൾ, ഇത് രാഷ്ട്രീയമല്ലേ, എല്ലാവർക്കും അറിവുള്ളതാണ്. അതിലപ്പുറമൊന്നുമില്ല. ഇതൊരു മാനസിക ആശ്വാസം പറഞ്ഞ എനിക്കും കേട്ട് എന്താ പറയുക, പ്രയാസത്തിലായ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും ആ പാർട്ടിയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെയാണല്ലോ. ഒപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ P ശശിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. താങ്കൾ പറയുന്നത് പച്ചക്കള്ളമാണ്, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് P ശശി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നിയമ നടപടി ആരംഭിച്ചിട്ട് കുറേ ആയല്ലോ, കുറേ കേസുണ്ടല്ലോ ഇപ്പോൾ ഡിഫമേഷൻ. അദ്ദേഹം സൈനിക നടപടി ആരംഭിച്ചല്ലോ, കേരളത്തിൽ ജനം കണ്ടല്ലോ. പോലീസ് ആക്ഷൻ ആയിരുന്നില്ലേ, സൈനിക നടപടി ആയിരുന്നില്ലേ. 100 കണക്കിന് പോലീസ് സൈറനിട്ട് വന്ന്
വീട് ചുറ്റും വളഞ്ഞ് ആകാശത്തേക്ക് വെടിവെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്താ തോക്കെടുക്കാൻ മറന്നുപോയതാണോ എനിക്കറിയില്ല. അപ്പോൾ ഈസ് ആൾറെഡി സ്റ്റാർട്ടഡ് ഈസ് ആക്ഷൻസ്. അതിൻ്റെ ഒരു ഭാഗം എന്നതിലപ്പുറം എന്താ ഉള്ളത്? ഒപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ താങ്കൾ സജസ്റ്റ് ചെയ്യുണ്ടായി, VS ജോയ്. പക്ഷേ പുതുതായി മുന്നണിയിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ ആ മുന്നണിയെ പിന്തുണയ്ക്കുന്നതോ ആയ ഒരാളുടെ സജഷൻ അനുസരിച്ച് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പറ്റുമോ? താങ്കൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ സജസ്റ്റ് ചെയ്തത് ഒരു കടന്ന കൈയായി പോയില്ലേ? ഒരിക്കൽ അത് അവർക്ക് റിക്വസ്റ്റ് ആരോടും നടത്താമല്ലോ. അതൊരു ഡിമാൻഡോ ഓർഡറോ ഒന്നുമല്ലല്ലോ. റിക്വസ്റ്റ് ഇപ്പോൾ എനിക്ക് ആരോടും നടത്താം, താങ്കൾക്കും ആരോടും നടത്താം. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ ശങ്കരൻ ആന എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. നല്ല മിടുക്കൽ ആനയായിരുന്നു. അത് അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയ കൊമ്പ. അങ്ങാടിയിലിരിക്കുന്ന മുഹമ്മദ് പറഞ്ഞ ഒരാൾ ചോദിച്ചു, ഈ പണിയൻ്റെ അടുത്ത്, രമേശനാ പണിയൻ്റെ പേര്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്, രമേശ ഒരു കൊമ്പ് കൊടുത്ത് തരടാന്ന് ചോദിച്ചു. അപ്പം എന്തായി? ആളുകൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ കൊമ്പോ? അല്ല, ചോദിക്കാൻ തന്നാ തന്നു, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി എ റിക്വസ്റ്റ്. അങ്ങനെ കണ്ടാൽ മതി. അല്ല, കോൺഗ്രസ് പാർട്ടി ആ റിക്വസ്റ്റ് സ്വീകരിക്കുന്നില്ല എന്ന് കരുതുക. ആര്യാടൻ മുഹമ്മദ് വർഷങ്ങളായി മത്സരിച്ച് ജയിച്ച സീറ്റാണ്. താങ്കൾ ജയിക്കാൻ തുടങ്ങിയത് മുതലാണ് ആ ആര്യാടൻ യുഗം അവിടെ അവസാനിച്ചത്. ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാലും ഈ നിരുപാധിക പിന്തുണ ഉണ്ടാവുമോ? 100% പിന്തുണയ്ക്കും. പക്ഷേ 30,000-40,000 വോട്ടിന് ജോയിയെ ജയിപ്പിക്കുന്ന ഉത്തരവാദിത്തം ഞാൻ ഏറ്റു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കേൾക്കാൻ കഴിയില്ല. ജോയിക്ക് വേണ്ടി ഞാൻ എങ്ങനെ പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതുപോലെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കും. പക്ഷേ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ആ നാട്ടിലെ വോട്ടർമാരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആ ഭൂരിപക്ഷവും വിജയമൊന്നും എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയില്ല. അല്ല, പിന്തുണയ്ക്കുമോ? 100%. എന്താ സംശയം? UDF ആരെ തീരുമാനിച്ചാലും ഓക്കെ. അല്ല, ഈ പ്രവർത്തിക്കും. അപ്പൊ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രശ്നം എന്താണ്? ആര്യാടൻ ഷൗക്കത്ത് അവിടെ മുമ്പ് താങ്കൾ LDF-ലുള്ളപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ എതിരാളിയായിരുന്നു. ഇപ്പോൾ താങ്കളുടെ പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സതീശനുമായി പാച്ചപ്പായല്ലോ എന്ന് പറഞ്ഞതുപോലെ ആര്യാടൻ ഷൗക്കത്തുമായും നേർക്കുനേറൊന്നിരുന്നാൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എനിക്കൊരു പ്രശ്നവുമില്ല. ഷൗക്കത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ഡിസ്റ്റൻ്റ് ബന്ധുവാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ അവിടുത്തെ നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണിയാണ് ഈ അടിക്കാൻ പോകുന്നത്. ആ ആണി അടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 10-30,000 വോട്ടിൻ്റെങ്കിലും മിനിമം ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് ആ പിണറായിസത്ത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, 2019 123 സീറ്റിനായിരുന്നു പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ UDF-ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ആ 123 സീറ്റ് ജയിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം, അതാണ് ഇവിടെ കേരളത്തിൽ നടക്കേണ്ടത്. അതിനുള്ള ആദ്യത്തെ ആണിയടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അഭിലാഷ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ UDF-ഉം LDF-ഉം ആ സീറ്റുകൾ നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് നിലനിർത്തി, അതുപോലെ തന്നെ എറണാകുളം നിലനിർത്തി, ഈ പറയുന്ന ചേലക്കരയിൽ CPM നിലനിർത്തി. ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാകണം. CPM-ൻ്റെ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ പോവുകയാണ് UDF. ആ ഒരു വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അതും 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. അതാണ് ഈ പിണറായി സർക്കാരിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കുള്ള അവസാനത്തെ ആണിയടി. അതുദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ VS ജോയി മത്സരിക്കുന്നു, ജയിക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു UDF സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്ന് വിചാരിക്കുക. അയാളാണല്ലോ അവിടുത്തെ സിറ്റിംഗ് MLA. UDF-ന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. 1.5 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ അതേ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കുമല്ലോ നിലമ്പൂരിൽ വീണ്ടും ജനവിധി തേടുക. അവിടെയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ PV അൻവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന താങ്കളുടെ രാഷ്ട്രീയ സ്പേസ് അപ്പോൾ എവിടെയായിരിക്കും? അല്ല, ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ വേറെ ഈ 139 സീറ്റ് ഇവിടെ ബാക്കിയില്ലേ? എനിക്ക് എവിടെ വേണമെങ്കിലും മത്സരിച്ചുകൂടെ? എനിക്കെന്താ നിലമ്പൂർ മാത്രമേ മത്സരിക്കാൻ പറ്റുന്ന എന്തടിസ്ഥാനം? എനിക്കൊരു ആ ഒരു മണ്ഡലത്തിലോ അവിടുത്തെ ജനങ്ങളുമായോ ബന്ധമുള്ള ആളല്ല. ഞാൻ കേരളത്തിൻ്റെ പല മണ്ഡലങ്ങളിലും ഒരുപാട് ആളുകളുമായിട്ട് നേരിട്ടും അല്ലാതെയും ബന്ധമുള്ള വ്യക്തിബന്ധങ്ങളുള്ള ഒരുപാട് സീറ്റുകൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അതൊക്കെ അന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇവിടെ ജോയിനെ മത്സരിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? ഒരു ആലോചന ഉണ്ടാവില്ല. ഇപ്പൊ ഏറനാട് ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ്. അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. ഒഴിവുള്ള സീറ്റ് എന്ന് പറയാൻ പറ്റുന്നത് കോൺഗ്രസിന്റെ സീറ്റുകളാണ്. എക്സസൈസ് അഭിലാഷ്. പൊന്നാനിയും തവനൂരും
അത് രണ്ടും കോൺഗ്രസിന്റെ സീറ്റുകളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ജയിക്കുന്ന സീറ്റ് കോൺഗ്രസിന്റെ സീറ്റ് പറഞ്ഞോളൂ. ഞാൻ ജയിക്കുന്ന സീറ്റ് പോയി മത്സരിച്ച് ജയിച്ചു വന്നവനല്ലല്ലോ, ആണോ? ഞാൻ ജയിക്കുന്ന സീറ്റിൽ ഒരിക്കലും അല്ലെങ്കിൽ ഇന്ന കോട്ടയിൽ പോയിട്ട് അനുകൂലമായ ഒരു തരംഗത്തിലല്ല ഞാൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് അതെന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. താങ്കളെ സംബന്ധിച്ച് വിഷയമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ UDF-നെ സംബന്ധിച്ച് അങ്ങനെ ജയിക്കാത്ത സീറ്റുകൾ എന്ന് പറയുന്നത് പറയാനില്ല. പൊന്നാനിയും തവനൂരുമാണ് അവിടെ LDF സ്ഥിരമായി ജയിച്ചു വരുന്നത്, പിന്നെ നിലമ്പൂരും. ബാക്കി ഒഴിവുള്ള സീറ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരളം മലപ്പുറം മാത്രമല്ലല്ലോ, താനൂർ എന്ന് പറയുന്നത് വളരെ ചെറിയ UDF-ന് ജയിക്കാൻ പറ്റുന്ന, പൊന്നാനി ആണെങ്കിലും തവനൂരായാലും താനൂരായാലും UDF-ന് ജയിക്കാൻ പറ്റുന്ന സീറ്റുകൾ തന്നെയാണ്. ആയിക്കോട്ടെ എന്ന് ഞാൻ പറയുന്നത്. മലപ്പുറം മാത്രമല്ലല്ലോ, പിന്നെയും 124 സീറ്റ് 11 ജില്ലകൾ 13 ജില്ലകളായിട്ട് സ്പ്രെഡായി കിടക്കില്ലേ. താങ്കളുടെ ഒരു ഹോം ടർഫ് എന്ന് പറയുന്നത് മലപ്പുറം അല്ലേ? മലപ്പുറത്തിൽ വലിയ കാര്യമില്ല ക്വസ്റ്റ്യനിലൊന്നും. കണ്ണൂര് മത്സരിക്കോ? പിണറായി വിജയനെതിരെ മത്സരിക്കാൻ തയ്യാറാണോ? പിണറായി മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ മത്സരിക്കുമോ? ഒരു തർക്കമില്ല. UDF അനുവദിച്ചാൽ മത്സരിക്കും. അല്ല, അങ്ങനെ ഒരു UDF അനുവദിച്ചാൽ ഞാൻ മത്സരിക്കും. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? അല്ല, അങ്ങനെ അത് സ്വാഭാവികമല്ലേ. ഞാൻ ഇതുവരെ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഏറ്റുമുട്ടൽ അവസാനത്തെ ജനവിധി ആയിരിക്കുമല്ലോ അത്. അങ്ങനെ പിണറായി വിജയൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കും, ഉറപ്പ് തന്നെ. അടുത്ത തവണ അദ്ദേഹം 2 ടേം നിബന്ധന അനുസരിച്ചാണെങ്കിൽ മത്സരിക്കേണ്ട ആളല്ല. മത്സരിക്കുമോ എന്ന് അറിയില്ല. ചിലപ്പോൾ റിലാക്സേഷൻ ആ കാര്യത്തിൽ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായ ധർമ്മടത്താണ് അദ്ദേഹം മത്സരിക്കുക. ഒരു പേടിയും പേടിക്കേണ്ട അഭിലാഷ്, അദ്ദേഹം മത്സരിച്ചിരിക്കും. അപ്പൊ ധർമ്മടത്തെ അടുത്ത സ്ഥാനാർത്ഥിയാവാനും റെഡിയാണ് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം എവിടെ മത്സരിക്കുന്ന വെച്ചാൽ അവിടെ അല്ല, ധർമ്മടമാണല്ലോ അദ്ദേഹത്തിന്റെ സീറ്റ്. തലശ്ശേരി സീറ്റ് ഒഴിവ് വരുന്നുണ്ട്. വേണമെങ്കിൽ P ശശിയെ ആ മണ്ഡലത്തിൽ പരിഗണിക്കാവുന്നതാണ്. എന്നൊന്നും പറയാൻ പറ്റില്ല. അഭിലാഷേ, ആ ധർമ്മടത്തിലൊക്കെ ഈ പാർലമെന്റ് സീറ്റിൽ ആരാ മുന്നേറിയത്? UDF-ന്റെ സ്ഥാനാർത്ഥിയല്ലേ? അതല്ലേ ധർമ്മടത്തിന്റെ സ്ഥിതി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ശരിയല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും UDF അല്ലേ അവിടെ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നേരിയ ലീഡ്, കഴിഞ്ഞ തവണ ജയിച്ച അത്രയില്ലെങ്കിൽ നേരിയ ലീഡ് LDF-നാണ്. ഓക്കെ അഭിലാഷ്, ഇതെന്താ അറിയോ, പണ്ടായിരുന്നു ഉറച്ച കോട്ട, ഇളക്കം പറ്റില്ല, തൊടാൻ കഴിയില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ജനങ്ങൾക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഉറച്ച കോട്ടകളുടെയൊക്കെ കാലം കഴിഞ്ഞു. എല്ലാം ഇളകിയ കോട്ടകളാ, ഇളകിയ കോട്ടകൾ. ഞാൻ മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അതിൽ തന്നെ പിണറായി വിജയനെതിരെ മത്സരിക്കാനാണ് താല്പര്യം. UDF അനുവദിച്ചാൽ പിണറായിക്കെതിരെ മത്സരിക്കും. അതാണല്ലോ പറഞ്ഞത്. കാരണം ഞാൻ ഈ പറഞ്ഞതിന്റെ റിസൾട്ട് എന്ന് അറിയണ്ടേ ജനങ്ങൾക്ക്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനിയിപ്പോ UDF-നെ സംബന്ധിച്ച് UDF വാതിൽ തുറക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. UDF-നെ സംബന്ധിച്ച് താങ്കളെ എടുക്കുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ഇപ്പോൾ താങ്കൾക്ക് UDF-ൽ ചേരുന്നതിന് എന്തെങ്കിലും നിബന്ധന ഉണ്ടോ? ഇത്ര സീറ്റെന്നോ അല്ലെങ്കിൽ ഒരു നെഗോസിയേഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇത്ര പ്രാതിനിധ്യമെന്നോ, അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളോടുകൂടിയാണോ UDF-ൽ പോവുക? ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞില്ലേ. 3.5 കോടി ജനങ്ങളോട് 2 തവണയായിട്ട് ഞാൻ പറയുന്ന നിരുപാധിക പിന്തുണ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഡിമാൻഡാ? അല്ല, അത് ഈ ഉപതെരഞ്ഞെടുപ്പിന് ഞാൻ ചോദിക്കുന്നത്. നിരുപാധികം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പിണറായിയെ താഴെ ഇറക്കാൻ നോ അത് മനസ്സിലായി. ഞാൻ പറഞ്ഞ നിരുപാധിക പിന്തുണ നിലമ്പൂർ ഇലക്ഷനല്ല. പിണറായിയെ താഴെ ഇറക്കാനുള്ള UDF-ന്റെ പോരാട്ടത്തിനാണ് നിരുപാധിക പിന്തുണ അർപ്പിച്ചിട്ടുള്ളത്. അതങ്ങനെ തന്നെ തുടരും. പിന്നെ എനിക്ക് ഇത്ര സീറ്റ് വേണം, എനിക്ക് ആ സീറ്റ് തരണം, ഈ സീറ്റ് വേണമെന്ന് പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റുമോ? അതൊക്കെ അവരാണ് മാന്യമായി പരിഗണിക്കേണ്ടത്. ദാറ്റ് ഈസ് അപ് ടു ദം. അല്ല, അക്കാര്യത്തിൽ ഈ ജയിലിൽ കിടന്നതിന് ശേഷമുള്ള അനൗദ്യോഗിക ചർച്ചകളിലോ ആശയവിനിമയങ്ങളിലോ ഏതെങ്കിലും ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ടോ? നല്ല അക്കോമഡേഷൻ ഉണ്ടാവും, നന്നായി തന്നെ അൻവറിനെ പരിഗണിക്കുമെന്ന് ആരെങ്കിലും ഇതിനോടകം പറഞ്ഞിട്ടുണ്ടോ? ഇന്നിപ്പോ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം സോഫ്റ്റ് ആയിരുന്നു. അല്ല, അങ്ങനെയൊന്നും ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. അതിലെ നേതൃത്വത്തിലെ വലിയ മാന്യതയുള്ള നേതാക്കന്മാർ UDF ലീഡർഷിപ്പിലുണ്ടെന്ന് നമുക്കറിയാലോ. നമ്മൾ മാന്യമായ ഒരു പിന്തുണ നൽകുമ്പം അത് മാന്യമായിട്ട് അവരത് കൈകാര്യം ചെയ്തുകൊള്ളൂ. അത്തരത്തിൽ അതിന് പറ്റിയ തറവാട്ടുകാർ അതിലുണ്ടല്ലോ. അപ്പം ഞാനതൊരു
ഇതിനൊരു ഡിമാൻഡ് ആക്കി വെച്ചുകൊണ്ടുള്ള ഒരു സംസാരത്തിൽ ഞാനില്ല. എൻ്റെ ലക്ഷ്യം അതല്ല. എൻ്റെ ലക്ഷ്യം ഞാൻ ആദ്യം പറഞ്ഞ ഈ ആൻറ്റി പിണറായിസം, അടുത്ത ഗവൺമെൻറ് UDF വരണം, ഇത് രണ്ട് കാര്യമാണ്. അല്ല, അതിലൊരു റിസ്ക് ഇല്ലേ ശ്രീ പി വി അൻവർ? കാരണം ശരി, താങ്കൾ നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുന്നു, UDF അത് സ്വീകരിക്കുന്നു, ഓക്കെ. പക്ഷെ ഒരു മുന്നണി പ്രവേശം എന്നുള്ള കാര്യം ഇല്ല എങ്കിൽ, അതായത് അക്കാര്യത്തിലൊരു മുൻകൂട്ടി ഒരു ഉറപ്പ് ഇല്ല എങ്കിൽ താങ്കൾ അവസാനം ഒറ്റയ്ക്കായി പോയാലോ? ഞാൻ എപ്പോഴും ഒറ്റക്കാണല്ലോ, അറിയാലോ. അല്ല, ഒറ്റയ്ക്കുള്ള പോരാട്ടമായിരുന്നു ഇത്രയും കാലം. ഇനി അത് വേണ്ട, ഞാൻ UDF-നൊപ്പം എന്നാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പറഞ്ഞത്. അതെ, അതിന് എൻ്റെ തീരുമാനം അങ്ങനെയാണ്. ഇനി അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അവരല്ലേ തീരുമാനിക്കേണ്ടത്. അതെ. അപ്പോൾ ഇനി UDF എന്ത് നിലപാടെടുക്കുന്നു, UDF എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് കാത്തിരിക്കുകയാണ്. താങ്കളെ പോലെ രാഷ്ട്രീയ കേരളവും അത് കാത്തിരിക്കുന്നു. UDF-ന്റെ തീരുമാനം കൂടി വരട്ടെ. വളരെ നന്ദി ശ്രീ പി വി അൻവർ ഈ വേളയിൽ സംസാരിച്ചത്.